ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ സ്റ്റാക്ക് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ് പിന്നെ അതിൻ്റെ കോൺസെപ്റ്റ് ആൻഡ് കോഡാണ് ഇതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക്ഡ് ലിസ്റ്റ് പിന്നെ അതിൻ്റെ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ടോട്ടൽ 6 കേസസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ആൻഡ് ഓൾസോ സ്റ്റാക്ക് യൂസിങ് അറേയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റാക്ക് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ് പഠിക്കുന്നതിന് മുന്നേ സ്റ്റാക്ക് എന്താണെന്ന് പഠിക്കണം. ഇതാണ് സ്റ്റാക്ക്. നമ്മൾ ഒരു എലമെൻറ്റിൻ്റെ മുകളിൽ വേറൊരു എലമെൻറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ അറേ ആയിട്ട് എടുത്താൽ ഒരു എലമെൻറ്റിൻ്റെ തൊട്ട് ബാക്കിൽ അടുത്തടുത്ത എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്ത് പോകുന്നതാണ് സ്റ്റാക്ക്. സ്റ്റാക്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്, ലിഫോ കോൺസെപ്റ്റാണ് സ്റ്റാക്കിൽ. ലാസ്റ്റായിട്ട് നമ്മൾ ഏത് എലമെൻറ്റാണോ ഇൻസേർട്ട് ചെയ്യുന്നത് ആ എലമെൻ്റ് ആയിരിക്കും ഡിലീറ്റ് ആയി പോകുന്നത്. പിന്നെ ഇൻസേർഷൻ എപ്പോഴും ലാസ്റ്റിലായിരിക്കും, ബാക്കിലായിരിക്കും. ഇത്രയേ ഉള്ളൂ സ്റ്റാക്കിൻ്റെ കോൺസെപ്റ്റ്സ്. ഇനി സ്റ്റാക്കിനെ ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം, ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ എലമെൻറ്റ്സിനെ നോട്ട്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ഓരോ നോഡിലും 2 പാർട്ട് കാണും. ഫസ്റ്റ് പാർട്ട് ഡേറ്റ ആണ് ആൻഡ് സെക്കൻഡ് പാർട്ട് നെക്സ്റ്റ് പാർട്ട്. ഇതിൻ്റെ നെക്സ്റ്റ് എലമെൻറ്റ് ഏതാണോ അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും നെക്സ്റ്റ് പാർട്ടിലുള്ളത്. അപ്പോൾ അങ്ങനെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആവും. ഇതിനും അടുത്ത നോഡിനും ഒരു കണക്ഷൻ ക്രിയേറ്റ് ആവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതിൽ 4 എലമെൻറ്റ്സ് ഉണ്ട്, 4 നോട്ട്സ് ഉണ്ട്. ഇത് സ്റ്റാക്കാണെന്ന് വെച്ചോ. സ്റ്റാക്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്ന എലമെൻറ്റ് ഇതായിരിക്കും 2, സെക്കൻഡ് ഇൻസേർട്ട് ചെയ്യുന്നത് ഇതിൽ, തേർഡ് ഇത്, ഫോർത്ത് ഇതിലായിരിക്കും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എപ്പോഴും ടോപ്പിൽ ബാക്കിൽ ഏത് എലമെൻറ്റാണോ ഉള്ളത് അതായിരിക്കും ടോപ്പ്. അപ്പോൾ ഇപ്പോൾ ടോപ്പായിട്ടുള്ളത് ഈ എലമെൻറ്റ് 5 ആണ്. ഇതിനൊക്കെ അഡ്രസ്സ് കൊടുക്കുക. ഇത് 100, 200, 400, 500 ഇതിനൊക്കെ ഇങ്ങനെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ അതിൻ്റെ അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് കാണും. അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് 200 ആണ്. അപ്പോൾ ഇവിടെ 200 കാണും. ഇനി ഇതിൻ്റെ അടുത്തുള്ള നോഡിൻ്റെ അഡ്രസ്സ് കാണും. അടുത്ത നോഡ് 400 ആണ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ 400 കാണും. അതേപോലെ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ അടുത്തുള്ള നോഡിൻ്റെ അഡ്രസ്സ് കാണും. അപ്പോൾ അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് 500 ആണ്. പിന്നെ ഫ്രണ്ടിലുള്ള എലമെൻറ്റിൻ്റെ നെക്സ്റ്റ് പാർട്ട് എപ്പോഴും നള്ളായിരിക്കും. അപ്പോൾ ഇതാണ് സ്റ്റാക്ക് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലെങ്ങനെ ഇൻസേർഷൻ ഡിലീഷനൊക്കെ പെർഫോം ചെയ്യണമെന്ന് നോക്കാം. സ്റ്റാക്കിൽ ഇൻസേർഷൻ നടക്കുന്നതും ടോപ്പിലാണ് ആൻഡ് ഡിലീഷൻ നടക്കുന്നതും ടോപ്പിലാണ്. നമ്മൾ അറേ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇൻസേർഷൻ ചെയ്യുമ്പോൾ ടോപ്പിൻ്റെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യും. എന്നിട്ട് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യും. ഡിലീഷനിൽ ടോപ്പിനെ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും. ബട്ട് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസിൽ അതല്ല. ഇതിൽ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഈ നോഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രക്ചർ വെച്ചിട്ടാണ് നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഇതിൽ 2 പാർട്ടാണുള്ളത്. ഈ ഒരു നോഡിൽ തന്നെ നമുക്ക് 2 പാർട്ടുണ്ട്. ഒരു പാർട്ട് ഡേറ്റ പാർട്ടും അടുത്ത പാർട്ട് പോയിൻ്ററാണ്. അപ്പോൾ നമ്മൾ സ്ട്രക്ചറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്ചറിൻ്റെ പേര് ഞാൻ നോഡായിട്ടാണ് കൊടുക്കുന്നത്, നോഡ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഡിക്ലെയർ ചെയ്യാം. എനിക്കൊരു ഡേറ്റ വേണം. ഡേറ്റ ഇൻറ്റീജർ വാല്യൂസാണ് ഡേറ്റ പാർട്ടിൽ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റായിട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പോയിൻ്റർ വേണം. ഈ നെക്സ്റ്റ് ഇതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊരു പോയിൻ്റർ വേണം. അപ്പോൾ സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ നെക്സ്റ്റ്. ഇതിൻ്റെ പേര് ഞാൻ നെക്സ്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇത് ക്ലോസ് ചെയ്യാം. ഇനി ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ആയി, ഒരു നോഡിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ആയി. നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടും. അതിൽ ഒരു പാർട്ടിൽ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും, അടുത്ത പാർട്ടിൽ നമുക്ക് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഡേറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഓരോ ടൈം ഇൻസേർട്ട് ചെയ്യുമ്പോഴും നമ്മളൊരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഇത് നോക്കാം. അപ്പോൾ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു പുതിയ പോയിൻ്റർ വേണം. അപ്പോൾ അത് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നു. സ്ട്രക്ചറിൻ്റെ പേര് സ്റ്റാർ, അതിൻ്റെ പേര് ന്യൂ നോഡായിട്ട് തന്നെ കൊടുക്കുന്നു. ഇനി ന്യൂ നോഡ് ഈക്വൽ ടു സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ malloc ഓഫ് സൈസ് ഓഫ് സ്ട്രക്റ്റ് നോഡ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതിൽ ഡിക്ലെയർ ചെയ്തത് ഒരു പോയിൻ്റർ മാത്രമാണ്. അത് ജസ്റ്റ് ഒരു അഡ്രസ്സിനെ പോയിൻ്റ് ചെയ്യുന്ന പോയിൻ്റർ മാത്രമാണ്. അതിനെ എനിക്ക് ഈ ഒരു ഫോർമാറ്റിൽ കൊണ്ടുവരണം. എനിക്കതിൽ 2 പാർട്സാണ് വേണ്ടത്. ഡേറ്റ വേണം, നെക്സ്റ്റ് പാർട്ട് വേണം. അപ്പോൾ അതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റുള്ള ഇത് കൊടുത്തേക്കുന്നത്, സ്ട്രക്റ്റിനോട് സ്റ്റാർ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കിട്ടണം. അതുകൊണ്ടാണ് malloc യൂസ് ചെയ്തത്. malloc ഓഫ് സൈസ് ഓഫ് സ്ട്രക്റ്റ് നോഡ്. ഇതിന് ഏത് സൈസാണോ ഉള്ളത് ആ സൈസ് തന്നെ ന്യൂ നോഡിന് കൊടുക്കുന്നു. ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു മെമ്മറി അലോക്കേറ്റ് ആയി നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ന്യൂ നോഡിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി ഇൻസേർഷൻ നോക്കാം. നമ്മൾ ഇൻസേർഷൻ ചെയ്യുമ്പോൾ ആദ്യം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ന്യൂ നോഡിൻ്റെ ഡേറ്റ പാർട്ടിൽ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കണം. ദാറ്റ് ഈസ് ന്യൂ നോഡ്
ഡേറ്റ ഈക്വൽ ടു എക്സ്. ഇപ്പോൾ യൂസർ ഏത് വാല്യൂ ആണോ ഇൻപുട്ട് കൊടുക്കുന്നത് ആ വാല്യൂ ഇതിൽ പോകണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5 എടുക്കാം. അപ്പോൾ ന്യൂ നോഡിൻ്റെ ഡേറ്റ പാർട്ടിൽ നമ്മൾ 5 സ്റ്റോർ ചെയ്തു. ഇനി ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഈക്വൽ ടു നള്ളാക്കി കൊടുക്കണം. ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ 5 സ്റ്റോറായി, ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നള്ളായി. നമ്മളിപ്പോൾ MLOക്ക് വെച്ചിട്ട് അതിൻ്റെ ഒരു മെമ്മറി അഡ്രസ്സ്, ഇതിന് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് 2000 ആണെന്ന് വെച്ചോ. ഇപ്പോൾ നമുക്കൊരു ന്യൂ നോഡ് കിട്ടി. ഇനി ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ സ്റ്റാക്ക് എംപ്റ്റി ആണോ എന്നാണ്. സ്റ്റാക്ക് എംപ്റ്റി ആണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡിനെ ടോപ്പ് ആക്കിയാൽ മതി. അപ്പോൾ ആദ്യം ടോപ്പ് നള്ളാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് ഇൻസേർഷൻ്റെ കേസാണ്. ടോപ്പ് നള്ളാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇഫ് ടോപ്പ് ഈക്വൽ ടു നൾ, അപ്പോൾ ഇതിൽ സ്റ്റാക്കിൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്നാണ് മീനിങ്. ആ കേസിൽ ടോപ്പ് ഈക്വൽ ടു ന്യൂ നോഡ് ഇങ്ങനെ മാത്രം കൊടുത്താൽ മതി. നമ്മളുടെ ന്യൂ നോഡ് ഏതാണോ അതായിരിക്കും ഇപ്പോൾ കറൻ്റ്ലി ടോപ്പ്. അപ്പോൾ ആദ്യം സ്റ്റാക്കിൽ ലിസ്റ്റ് എലമെൻറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡിനെ ടോപ്പാക്കി. അപ്പോൾ ന്യൂ നോഡിൽ ഡേറ്റ 5 ഉണ്ട്, നെക്സ്റ്റ് പാർട്ട് നള്ളാണ്, അതിൻ്റെ അഡ്രസ്സ് 2000 ആണ്. ഇതിനെ നമ്മൾ ടോപ്പാക്കി. ഓക്കെ, ഇങ്ങനെയാണ് ഒരു എംപ്റ്റി സ്റ്റാക്കിൽ എലമെൻറ്റ്സിനെ ആഡ് ചെയ്യേണ്ടത്. ഇനി ഇത് എംപ്റ്റി അല്ല, ഇതുപോലെ ഒരു സ്റ്റാക്ക് ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്, ആൻഡ് അതിൽ 4 എലമെൻറ്റ്സ് ഉണ്ട്. ഇനി ഇതിൽ നമ്മൾ വാല്യൂസ് ഒരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർഷൻ എപ്പോഴും ടോപ്പിൻ്റെ സൈഡിലാണ് നടക്കുന്നത്, ഡിലീഷനും ടോപ്പിൻ്റെ സൈഡിലാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ, എൽസ് കേസിൽ ടോപ്പ് നള്ളാണെങ്കിൽ ഇങ്ങനെ മാത്രം ചെയ്താൽ മതി. ടോപ്പ് നള്ളാവാത്ത കേസിൽ, എൽസ് കേസിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ന്യൂ നോഡിനെ ക്രിയേറ്റ് ചെയ്യണം. ന്യൂ നോഡിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ടോപ്പിനെ സ്റ്റോർ ചെയ്ത് വെക്കണം. ന്യൂ നോഡ് ആരോ മാർക്ക് നെക്സ്റ്റ് ഈക്വൽ ടു ടോപ്പ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ്, നമ്മളിപ്പോൾ ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാക്കി. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ടോപ്പിൻ്റെ അഡ്രസ്സ് ഏതാണോ അത് വന്ന് സ്റ്റോർ ആവും. ഇപ്പോൾ ടോപ്പിൻ്റെ അഡ്രസ്സ് 100 ആണ്. അപ്പോൾ ഈ ഒരു ഇതിൽ 100 വന്ന് സ്റ്റോർ ആവും. അപ്പോൾ ഇവിടെ നിന്ന് ഇതിനൊരു കണക്ഷൻ ക്രിയേറ്റ് ആയി. ലൈക്ക് 500 ഇത് 2000. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത്, ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ന്യൂ നോഡ്. അതിൻ്റെ നെക്സ്റ്റ് ഈക്വൽ ടു ടോപ്പ് എന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആയി. ഇതിപ്പോൾ ഇൻസേർട്ടായി. പക്ഷേ സ്റ്റാക്കിൽ ഏറ്റവും ബാക്കിലുള്ള എലമെൻറ്റ് ഏതാണോ അതിനെയാണ് ടോപ്പ് പോയിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടോപ്പിനെ എടുത്ത് നമ്മൾ ഇതിലോട്ട് മാറ്റണം. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡാണ്. അപ്പോൾ ടോപ്പ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് കൊടുത്താൽ മതി. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ടോപ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും. ഇത്രയേ ഉള്ളൂ, ഇൻസേർഷൻ ഇത്രയേ ഉള്ളൂ. ഇതിൽ 2 കേസാണ് നോക്കേണ്ടത്. ഒരു കേസ് ആ ലിസ്റ്റ് എംപ്റ്റി ആണോ എന്ന് നോക്കണം. എംപ്റ്റി ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ടോപ്പാക്കിയാൽ മതി. എംപ്റ്റി അല്ലാത്ത കേസിൽ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് ടോപ്പായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ടോപ്പിന് ന്യൂ നോഡിലോട്ട് മാറ്റിയാൽ മതി. ഇനിയുള്ളതാണ് ഡിലീഷൻ. ഡിലീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഒരു സ്റ്റാക്ക് എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യണം. എംപ്റ്റി ആണെങ്കിൽ സ്റ്റാക്ക് എംപ്റ്റി ഓർ സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിപ്പിച്ചാൽ മതി. സ്റ്റാക്ക് എംപ്റ്റി ആണെങ്കിൽ അതിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എംപ്റ്റി അല്ലാത്ത കേസിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ലിങ്കിനെ ബ്രേക്ക് ചെയ്യണം, ഇതിനെ ബ്രേക്ക് ചെയ്യണം. ദെൻ ഈ ടോപ്പിനെ ഒന്ന് ഇങ്ങോട്ടെടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇതിനൊരു എക്സ്ട്രാ പോയിൻ്ററും കൂടി യൂസ് ചെയ്യാം, ടെമ്പ് പോയിൻ്ററും കൂടി യൂസ് ചെയ്യാം. അപ്പോൾ ടെമ്പ് ഈക്വൽ ടു ടോപ്പ് എന്ന് കൊടുക്കണം. ടെമ്പ് ഈക്വൽ ടു ടോപ്പ് കൊടുക്കുമ്പോൾ ടെമ്പും ടോപ്പും ഈ 2000നെയാണ് ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്നത്. നമ്മൾ ടെമ്പ് ഈക്വൽ ടു ടോപ്പ് കൊടുക്കുമ്പോൾ ഈ ടെമ്പും 2000ൻ്റെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കൊടുത്തിട്ട്, ഇത് ലിസ്റ്റ് എംപ്റ്റി അല്ലാത്ത കേസാണ്. ഇഫ് ലിസ്റ്റ് എംപ്റ്റി ആണെങ്കിൽ സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. എൽസ് കേസിലാണ് ഒരു പുതിയ പോയിൻ്റർ ടെമ്പ് ക്രിയേറ്റ് ചെയ്യണം. ടെമ്പ് ഈക്വൽ ടു ടോപ്പ് എന്ന് കൊടുക്കണം. എന്നിട്ട് ടോപ്പിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യണം. ടോപ്പ് ഇപ്പോൾ എവിടെയല്ലേ ഉള്ളത്, നമ്മൾ ഈ ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പ് ഈ പൊസിഷനിലോട്ട് വരണം. അപ്പോൾ ടോപ്പ് ഈക്വൽ ടു ടോപ്പ് നെക്സ്റ്റ്, ടോപ്പ് ഈക്വൽ ടു ടോപ്പ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇതാണ് ടോപ്പ്, ടോപ്പിൻ്റെ നെക്സ്റ്റ് ഇതാണ്. അപ്പോൾ ടോപ്പിൻ്റെ നെക്സ്റ്റിൽ ഏത് അഡ്രസ്സാണോ ഉള്ളത് അവിടേക്ക് ടോപ്പ് പോകും. ഇപ്പോൾ ടോപ്പ് ഇവിടെ വന്നു. ഇപ്പോൾ ടോപ്പ് ഇവിടെയാണ്, ടെമ്പ് ഇവിടെയാണ്. ഇനി ഇതിൻ്റെ ഈ ഒരു കണക്ഷൻ നമുക്ക് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ടെമ്പ് നെക്സ്റ്റ് ഈക്വൽ ടു നൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കണക്ഷൻ ബ്രേക്ക് ആയി കിട്ടി, ഈ ഒരു ലിങ്ക് ബ്രേക്ക് ആവും. ഇനി ഇതിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ഓഫ് ടെമ്പ് കൊടുക്കാം. ഫ്രീ ഓഫ് ടെമ്പ് കൊടുക്കുമ്പോൾ ഇത് മെമ്മറി ലൊക്കേഷനിൽ നിന്ന് കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഡിലീഷൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യണം. എംപ്റ്റി ആവുന്ന കേസിൽ സ്റ്റാക്ക് എംപ്റ്റി കനോട്ട് ഡിലീറ്റ് ഓർ സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന മെസ്സേജ് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അല്ല മോർ ദാൻ 1 എലമെൻ്റ് ഉള്ള കേസിൽ ആദ്യം ടോപ്പ് ഈക്വൽ ടു ടെമ്പ് ഓർ ടെമ്പ് ഈക്വൽ ടു ടോപ്പ് ഒരു പുതിയ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ടെമ്പ് ഈക്വൽ ടു ടോപ്പ് കൊടുക്കണം. എന്നിട്ട്
ടോപ്പിൻ്റെ നെക്സ്റ്റിലോട്ട് മാറ്റണം. ടോപ്പ് ഈക്വൽ ടു ടോപ്പ് നെക്സ്റ്റ് അങ്ങനെ കൊടുക്കുമ്പോൾ ടോപ്പ് നെക്സ്റ്റിലോട്ട് പോവും. എന്നിട്ട് ഈ ടെമ്പിനെ നമുക്ക് ഡയറക്റ്റ് ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്ത് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം ഈ ഒരു ലിങ്ക് ബ്രേക്ക് ചെയ്തിട്ട് ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്ത് ഡിലീറ്റ് ചെയ്യാം. ഇനി ഒരു കേസും കൂടി ഉണ്ട്. സപ്പോസ് ഈ ഒരു ലിസ്റ്റിൽ ഒറ്റ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചോ. 5 നെക്സ്റ്റ് പാർട്ട് നല്ലാണ്, അഡ്രസ്സ് 200 ആണ്. ഇതിനെയാണ് ടോപ്പ് പോയിൻ്റ് ചെയ്യുന്നത്. ഇത് ഒരു എലമെൻറ്റ് മാത്രമുള്ള കേസാണ്. ഒരു എലമെൻറ്റ് മാത്രമുള്ള കേസിൽ നമുക്ക് നെക്സ്റ്റ് എലമെൻ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ടോപ്പിൻ്റെ നെക്സ്റ്റ് നള്ളാണോ എന്ന് ചെക്ക് ചെയ്യണം. എലമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ടോപ്പ് നള്ളായിരിക്കും. ഒരു എലമെൻറ്റ് മാത്രമുള്ള കേസിൽ ടോപ്പിൻ്റെ നെക്സ്റ്റ് നള്ളായിരിക്കും. ടോപ്പിൻ്റെ നെക്സ്റ്റ് നള്ളാണെങ്കിൽ നമുക്കിതിനെ ഡയറക്റ്റ് ഡിലീറ്റ് ചെയ്യാം. ടോപ്പിൻ്റെ നെക്സ്റ്റ് നള്ളാണെങ്കിൽ ടോപ്പ് ഈക്വൽ ടു നൾ ഇങ്ങനെ കൊടുത്താൽ മതി. ഈ ഒരു ഇത് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ആദ്യം സ്റ്റാക്ക് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. അടുത്ത എൽസ് കേസിൽ അതിൽ ഒരു എലമെൻറ്റ് മാത്രമാണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്യണം. അടുത്ത കേസിൽ നമ്മൾ മോർ ദാൻ എലമെൻറ്റ്സ് ഉള്ള കേസാണ്. അപ്പോൾ അതിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കാം. ഇനി ഇതിൽ സെർച്ചിങ് ഉണ്ട്. അപ്പോൾ സെർച്ചിങ് ചെയ്യുമ്പോൾ ആദ്യം ഫ്രം ദ യൂസർ ഒരു സെർച്ചിങ് എലമെൻറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ അതിനെ നമ്മൾ എസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. സെർച്ചിങ് എലമെൻറ്റ് എസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മളിതിനെ ട്രാവേഴ്സ് ചെയ്ത് പോകണം. ഈ ലിസ്റ്റ് ഫുള്ള് നമ്മൾ ട്രാവേഴ്സ് ചെയ്യണം. പക്ഷേ നമുക്ക് ടോപ്പിനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, ടോപ്പിനെ മൂവ് ആക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ടോപ്പ് എപ്പോഴും ബാക്ക് മോസ്റ്റ് എലമെൻറ്റിനെയാണ് ടോപ്പ് പോയിൻ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ടോപ്പിനെ ചേഞ്ച് ആക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പ് എന്ന വേറൊരു പോയിൻറ്റും കൂടി ഞാൻ എടുക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ടെമ്പ് ഈക്വൽ ടു ടോപ്പ് എന്ന് കൊടുക്കണം. ടെമ്പ് ഈക്വൽ ടു ടോപ്പ് എന്ന് കൊടുക്കുമ്പോൾ ടോപ്പ് എവിടെയാണോ പോയിൻ്റ് ചെയ്യുന്നത് ആ സെയിം ലൊക്കേഷനായിരിക്കും ടെമ്പും പോയിൻ്റ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈൽ ലൂപ്പ് വെച്ചിട്ടാണ് ട്രാവേഴ്സ് ചെയ്യാൻ പോകുന്നത്. വൈൽ ടെമ്പ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ, ടെമ്പ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ. ടെമ്പിൻ്റെ നെക്സ്റ്റ് നല്ലാവുന്നത് വരെ ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ സെർച്ചിങ് എലമെൻറ്റും ടെമ്പിൻ്റെ ഡേറ്റയും സെയിം ആണോ, മാച്ചിങ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇഫ് എസ് ഈക്വൽ ടു ടെമ്പ് ഡേറ്റ, അപ്പോൾ നമ്മൾ എലമെൻറ്റ് ഫൗണ്ട് എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം, എലമെൻറ്റ് ഫൗണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ ആദ്യം തന്നെ ഒരു ഫ്ലാഗ് വേരിയബിൾ സെറ്റ് ചെയ്യണം. ഫ്ലാഗ് ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്യണം. ഇത് മാച്ചിങ് ആണെങ്കിൽ ഫ്ലാഗിനെ നമ്മൾ 1 ആക്കാം, ഫ്ലാഗ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. പിന്നെ ഈ ഇഫ് കണ്ടീഷൻ കഴിഞ്ഞിട്ട് ടെമ്പിനെ നമ്മൾ മൂവ് ചെയ്യണം. ടെമ്പ് ഈക്വൽ ടു ടെമ്പിൻ്റെ നെക്സ്റ്റിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നു. പിന്നെ ഈ വൈൽ ലൂപ്പ് ഫുള്ളും കഴിഞ്ഞതിന് ശേഷം ഫ്ലാഗ് 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫ്ലാഗ് 0 ആണെങ്കിൽ എലമെൻറ്റ് ഇല്ല എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചാൽ മതി. എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കെ, ഇതെങ്ങനെ വർക്ക് ആവുമെന്ന് പറയാം. ആദ്യം വൈൽ ടെം നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ ആദ്യം ചെക്ക് ചെയ്യും. എസ് ഈക്വൽ ടു ടെം ഡേറ്റ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് 6 ആണെന്ന് വെച്ചോ. 6 ആകുമ്പോൾ ടെമ്പ് ഇവിടെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ടെമ്പിൻ്റെ ഡേറ്റ പാർട്ടിലുള്ളത് 2 ആണ്. 2 ഈക്വൽ ടു 6 ആണോ എന്ന് നോക്കും. നോട്ട് ഈക്വൽ ടു, അപ്പോൾ ഇത് ഇഫ് കണ്ടീഷൻ്റെ അകത്ത് പോകത്തില്ല. നെക്സ്റ്റ് ടെമ്പ് ഈക്വൽ ടു ടെം നെക്സ്റ്റ്, ടെമ്പ് ഈക്വൽ ടു ടെം നെക്സ്റ്റ്. ടെം നെക്സ്റ്റിലുള്ളത് 200ൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ടെമ്പ് 200ലോട്ട് പോകും. ഇപ്പോൾ ടെമ്പ് ഉള്ളത് ഈ പൊസിഷനിലാണ്. ഇനി 4 ഈക്വൽ ടു 6 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇത് നോട്ട് ഈക്വൽ ടു ആണ്. അപ്പോൾ ഇഫ് കണ്ടീഷൻ്റെ അകത്ത് പോകത്തില്ല. ദെൻ അഗെയിൻ ടെമ്പിനെ നമ്മൾ മൂവ് ചെയ്യുവാണ്. ടെമ്പ് ഈക്വൽ ടു ടെം നെക്സ്റ്റിലുള്ളത് 400 ആണ്. അപ്പോൾ ടെമ്പ് 400ലോട്ട് പോകും. അപ്പോൾ ടെമ്പ് ഇവിടെ വരും. എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യും. ടെമ്പിലുള്ള പാർട്ടിലുള്ള ഡേറ്റ 6 ആണ്. 6 ഈക്വൽ ടു 6 ആണോ എന്ന് നോക്കുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ എലമെൻറ്റ് ഫൗണ്ട് എന്ന മെസ്സേജ് പ്രിൻ്റ് ആവും. എന്നിട്ട് ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആയിട്ട് മാറും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെമ്പിനെ മൂവ് ചെയ്യുന്നുണ്ട്. ടെമ്പ് ഈക്വൽ ടു ടെം നെക്സ്റ്റിലുള്ളത് 500 ആണ്. അപ്പോൾ ടെമ്പ് 500ലോട്ട് പോകും. ഇപ്പോൾ വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ടെം നെക്സ്റ്റ് ഈക്വൽ ടു നള്ളായി. ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഇപ്പോൾ നള്ളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ബോഡിക്കകത്ത് ഇനി പോകത്തില്ല, വൈൽ ലൂപ്പിൻ്റെ പുറത്ത് വരും. പുറത്ത് വന്നിട്ട് ഫ്ലാഗ് വാല്യൂ 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. 0 അല്ല, നമുക്ക് ഓൾറെഡി 6 കിട്ടിയതുകൊണ്ട് നമ്മളതിനെ 1 ആയി മാറ്റി. അപ്പോൾ ഫ്ലാഗ് വാല്യൂ 0 അല്ല. അപ്പോൾ എലമെൻറ്റ് നോട്ട് ഫൗണ്ട് ഇത് പ്രിൻ്റ് ആവത്തില്ല. ഇനി സപ്പോസ് നമ്മൾ സെർച്ച് ചെയ്ത എലമെൻറ്റ് 9 ആണെങ്കിൽ ഇതിൽ 9 ഇല്ലല്ലോ. അപ്പോൾ ഈ ലാസ്റ്റ് വരെ ടെമ്പ് ഇതുവരെ വരും. ഇനി അതിന് മൂവ് ചെയ്യാൻ വേറെ ഇതൊന്നുമില്ല. ലാസ്റ്റിൻ്റെ നെക്സ്റ്റ് പാർട്ട് നള്ളായി. അപ്പോൾ നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്തു, പക്ഷേ ഫ്ലാഗിൻ്റെ വാല്യൂ നമ്മൾ ഇതുവരെ ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ പുറത്ത് വന്നിട്ട് ഫ്ലാഗിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ ഫ്ലാഗ് ഈസ് സ്റ്റിൽ 0. സോ ആ ഒരു കേസിൽ നമ്മൾ എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന മെസ്സേജ് പ്രിൻ്റ് ചെയ്യിപ്പിക്കും. ഇത്രയേ ഉള്ളൂ സെർച്ചിങ്. ഇനി ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്
നമ്മളിപ്പോൾ ഇതാണ് ലിസ്റ്റ് എന്ന് വെച്ചു, സ്റ്റാക്ക് എലമെൻറ്റ്സ് ഇതാണ്. ഇതിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ട്രാവേഴ്സ് ചെയ്ത് ലാസ്റ്റ് എലമെൻറ്റ് വരെ പോകണം. പക്ഷേ നമുക്ക് ഒരു പോയിൻ്ററാണുള്ളത്, ടോപ്പ് പോയിൻ്റർ. അപ്പോൾ ഇത് ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെംപ് പോയിൻ്റർ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. അത് വീണ്ടും ടെംപ് ഈക്വൽ ടു ടോപ്പ് എന്ന് സെറ്റ് ആക്കണം. ദെൻ വൈൽ ലൂപ്പ് വെച്ചിട്ടാണ് ട്രാവേഴ്സ് ചെയ്യുന്നത്. വൈൽ ടെംപ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ, ടെംപ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ. ഇതിൽ പ്രിൻ്റ് എഫ് %d, ടെംപ് ഡേറ്റ ഇങ്ങനെ കൊടുക്കണം. എന്നിട്ട് ടെമ്പിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ടെംപ് ഈക്വൽ ടു ടെംപ് നെക്സ്റ്റ്, ടെമ്പിനെ നെക്സ്റ്റ് അഡ്രസ്സിലോട്ട് ടെമ്പിനെ മൂവ് ചെയ്യിപ്പിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ ആക്കിയിട്ട് ഇതാണ് ട്രാവേഴ്സൽ ആൻഡ് ഡിസ്പ്ലേ. ഇനി ഇതിൻ്റെ കോഡ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഹെഡർ ഫയൽസ് എല്ലാം ഡിക്ലെയർ ചെയ്യണം. എനിക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് stdio.h വേണം. എന്നിട്ട് നമ്മൾ സ്ട്രക്ചറല്ലേ യൂസ് ചെയ്യുന്നത്, സ്ട്രക്ചറിൽ malloc പിന്നെ ഫ്രീ ഓഫ് അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് std_lib.hഉം കൊടുത്തു. പിന്നെ ആദ്യം തന്നെ ഞാൻ ഒരു നോഡിൻ്റെ സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്റ്റ് അതിൻ്റെ പേര് നോഡായിട്ടാണ് കൊടുക്കുന്നത്, സ്ട്രക്റ്റ് നോഡ്. പിന്നെ അതിൽ എനിക്ക് ആവശ്യമുള്ള പാർട്സാണ് ഡേറ്റ ആൻഡ് നെക്സ്റ്റ് പാർട്ടിൻ്റെ പോയിൻ്റർ. അപ്പോൾ സ്ട്രക്റ്റ് നോഡ് ഇൻറ്റ് ഡേറ്റ, പിന്നെ അടുത്ത ലൈനിൽ സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ നെക്സ്റ്റ് എന്ന് കൊടുത്തു. പിന്നെ ആ സ്ട്രക്ചർ ക്ലോസ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതല്ലാതെ, ഈ ഒരു നോഡല്ലാതെ എനിക്ക് വേറെ കുറച്ച് പോയിൻറ്റേഴ്സും ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പോയിൻറ്റേഴ്സും ഞാൻ അടുത്ത ലൈനിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ ടോപ്പ് ഈക്വൽ ടു നൾ. ഇനി ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് എല്ലാം ആദ്യമേ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വോയിഡ് ഡിസ്പ്ലേ ഓഫ്, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ പുഷ്, സ്റ്റാക്കിൽ നമ്മൾ ഇൻസേർഷൻ ഡിലീഷൻ എന്ന് പറയത്തില്ല. ഇൻസേർഷൻ്റെ പേര് പുഷാണ് ആൻഡ് ഡിലീഷൻ്റെ പേര് പോപ്പാണ്. അപ്പോൾ പുഷ് പോപ്പ് അതിന് 2 ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ പുഷിൽ ഞാൻ ഒരു പാരാമീറ്ററും കൂടി പാസ് ചെയ്യുന്നുണ്ട്, എക്സ്. അപ്പോൾ അത് അവിടെ കൊടുത്തു. പിന്നെ പോപ്പ്, വോയിഡ് പോപ്പ് ഓഫ്, വോയിഡ് പീക്ക് ഓഫ്. വോയിഡ് പീക്ക് ഓഫ് നമ്മൾ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ് ചെയ്താണോ അത് പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ സെർച്ച് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, വോയിഡ് സെർച്ച് ഓഫ്. ഇനി വോയിഡ് പുഷ് ഓഫ് ഇൻറ്റ് എക്സ്, ഇത് പുഷിൻ്റെ ഫംഗ്ഷനാണ്, ഇൻസേർഷൻ്റെ ഫംഗ്ഷനാണ് ഇത്. വോയിഡ് പുഷ് ഓഫ് ഇൻറ്റ് എക്സ്. ഈ ഇൻറ്റ് എക്സ് ഞാൻ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് പാസ് ചെയ്യുന്നതാണ്. ഈ ഫംഗ്ഷനെ എവിടെയാണോ ഞാൻ കോൾ ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് പാസ് ചെയ്യുന്ന പാരാമീറ്ററാണ് ഈ എക്സ്. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ ന്യൂ നോഡ്. അതൊരു പോയിൻ്ററാണ്. ഇനി ആ പോയിൻ്ററിന് ഈ നോഡിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ന്യൂ നോഡ് ഈക്വൽ ടു സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ malloc ഓഫ് സൈസ് ഓഫ് സ്ട്രക്റ്റ് നോഡ്, malloc ഓഫ് സൈസ് ഓഫ് സ്ട്രക്റ്റ് നോഡ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ന്യൂ നോഡിൻ്റെ ഡേറ്റ പാർട്ടിൽ ഞാൻ പാസ് ചെയ്ത ഈ എക്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് ടോപ്പ് ആക്കിയിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ടോപ്പിൻ്റെ ബാക്കിലാണ് എലമെൻറ്റ്സ് എല്ലാം ഇൻസേർട്ട് ചെയ്യുന്നത്. നല്ലെന്ന് കൊടുത്താലും കുഴപ്പമില്ല, ടോപ്പ് എന്ന് കൊടുത്താലും കുഴപ്പമില്ല. നല്ലെന്ന് കൊടുക്കുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഈക്വൽ ടു ടോപ്പ് എന്ന് കൊടുക്കും. ഞാനിത് ഡയറക്റ്റ് ചെയ്തതേ ഉള്ളൂ. ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് ടോപ്പാക്കി. ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് എം ടി ആണെങ്കിൽ ടോപ്പ് നള്ളായിരിക്കും. അപ്പോൾ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഓട്ടോമാറ്റിക്കലി നല്ലാവും. ഇനി ടോപ്പ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് കൊടുത്തു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ 2 കേസായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരു കേസ് ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യും. ലിസ്റ്റ് എം ടി ആണെങ്കിൽ ന്യൂ നോഡിനെ ടോപ്പാക്കും. പക്ഷേ ഇതിൽ ഓൾറെഡി ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് ടോപ്പാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലിസ്റ്റിൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്ന് വെച്ചു. ലിസ്റ്റിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല, എം ടി ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഒരു ന്യൂ നോഡേ ഉള്ളൂ. ഇതാണ് ന്യൂ നോഡ്. നമ്മളിപ്പോൾ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ടോപ്പല്ലേ കൊടുത്തത്. ടോപ്പ് ആക്ച്വലി ഇപ്പോൾ നള്ളാണ്. ഇപ്പോൾ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഓട്ടോമാറ്റിക്കലി നള്ളാവും. പിന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ന്യൂ നോഡാണ് എപ്പോഴും ടോപ്പിലുള്ളത്. അതുകൊണ്ട് ടോപ്പ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് കൊടുത്തു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ 2 സ്റ്റെപ്പുണ്ട്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ ഞാനിത് ഒറ്റ സ്റ്റെപ്പിൽ ഡബിൾ കേസസ് അല്ലാതെ ഒരു കേസ് വെച്ച് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതാണ് പോപ്പ് ഫംഗ്ഷൻ. പോപ്പ് ഫംഗ്ഷനിൽ വോയിഡ് പോപ്പ് ഓഫ്, ഇതിൽ പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല. ഇതിൽ എനിക്ക് ഒരു ടെംപ് പോയിൻ്റർ വേണം, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെംപ് പോയിൻ്റർ വേണം. അപ്പോൾ സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ ടെംപ് സെമിക്കോളൻ കൊടുത്തു. എന്നിട്ട് ടെമ്പിനെ ടോപ്പാക്കി, ടെംപ് ഈക്വൽ ടു ടോപ്പ്. പിന്നെ ടോപ്പ് ഈക്വൽ ടു നള്ളാണെങ്കിൽ സ്റ്റാക്ക് എം ടി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു മെസ്സേജും കൂടി പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഫ് ടോപ്പ് ഈക്വൽ ടു നൾ പ്രിൻ്റ് ഓഫ് സ്റ്റാക്ക് എം ടി. അല്ലാത്ത കേസിൽ പ്രിൻ്റ് ഓഫ് ദ ഡിലീറ്റഡ് എലമെൻറ്റ്, നമ്മൾ ഡിലീറ്റ് ചെയ്ത എലമെൻറ്റ് ഏതാണോ അതിവിടെ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. പ്രിൻ്റ് ഓഫ് ദ ഡിലീറ്റഡ് എലമെൻറ്റ് ടോപ്പ് ഡേറ്റ. നമ്മൾ എന്തായാലും ഡിലീറ്റ് ചെയ്യുന്നത് ടോപ്പിലുള്ള എലമെൻറ്റാണ്. അപ്പോൾ ഡിലീറ്റഡ് ഡേറ്റ ടോപ്പിലുള്ള ഡേറ്റ ആയിരിക്കും. അപ്പോൾ ഡിലീറ്റഡ് എലമെൻറ്റ് %d, ടോപ്പ് ഡേറ്റ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ടോപ്പിൻ്റെ നെക്സ്റ്റ് ആക്കി. അത് കഴിഞ്ഞിട്ട് ടെമ്പിനെ ഫ്രീ ചെയ്തു. ഇത്രയേ ഉള്ളൂ ഡിലീറ്റ് ഫംഗ്ഷൻ. ഇനിയുള്ളത് പീക്ക് ഓഫ്. പീക്ക് ഓഫ് ഫംഗ്ഷനിൽ നമ്മൾ
പീക്കിൽ ടോപ്പിലുള്ള എലമെൻറ്റ് ഏതാണോ അതിനെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കണം. ഇപ്പോൾ വോയിഡ് പീക്ക് ഓഫ് ഇഫ് ടോപ്പ് ഈക്വൽ ടു നൾ, ടോപ്പ് നള്ളാണെങ്കിൽ സ്റ്റാക്ക് എം ടി എന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ദ ടോപ്പ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ് ടോപ്പിലുള്ള ഡേറ്റ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എത്രയേ ഉള്ളൂ പീക്ക് ഓഫ് ഫംഗ്ഷൻ. ഇനിയുള്ളത് സെർച്ച് ഫംഗ്ഷനാണ്. സെർച്ച് ഫംഗ്ഷനിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എസ് വേണം. പിന്നെ ഞാൻ ഇതിൽ പൊസിഷനും കൂടി പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പി ഈക്വൽ ടു 0 എന്ന് എടുത്തു. പിന്നെ സെർച്ചിങ് എലമെൻറ്റ് ഉണ്ടോ ഇല്ലയോ, ഫൗണ്ട് ഓർ നോട്ട് ഫൗണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലാഗ് ഈക്വൽ ടു 0 കൊടുത്തു. ഇനി ആദ്യം പ്രിൻറ്റ് ഓഫ് എൻ്റർ ദ എലമെൻറ്റ് യു ആർ സെർച്ചിങ് ഫോർ. യൂസർ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് ഏതാണോ അത് ഞാൻ ഇൻപുട്ട് എടുക്കുന്നു. അതിനെ ഞാൻ എസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സ്കാൻ ഓഫ് %d, %s. ഇനി ഒരു പുതിയ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യുന്നു. സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ ടെമ്പ് ഈക്വൽ ടു ടോപ്പ്. ഒരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യുന്നു സ്റ്റാർ ടെമ്പ്, അത് ഈക്വൽ ടു ടോപ്പ് എന്ന് കൊടുക്കുന്നു. ആൻഡ് വൈൽ ടെമ്പ് നോട്ട് ഈക്വൽ ടു നൾ, ടെമ്പ് നല്ലാവുന്നത് വരെ ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ആവണം. നമുക്കിവിടെ ടെമ്പ് നോട്ട് ഈക്വൽ ടു നള്ളെന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ടെമ്പിൻ്റെ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ളെന്ന് കൊടുക്കാം. രണ്ട് കണ്ടീഷൻസ് ഇതിൽ വർക്ക് ആവും. വൈൽ ടെമ്പ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ, ഇഫ് അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. ഇഫ് ടെം ഡേറ്റ ഈക്വൽ ടു എസ്, പ്രിൻറ്റ് ഓഫ് ദ എലമെൻറ്റ് ഫൗണ്ടഡ് പൊസിഷൻ %d, p+1. ഞാൻ ഇതിൽ പിയുടെ വാല്യൂ 0 വെച്ച് ഇനീഷ്യലൈസ് ചെയ്തതുകൊണ്ടാണ് ഞാൻ p+1 പ്രിൻറ്റ് ചെയ്തത്. ഇനി നിങ്ങൾ പിയുടെ വാല്യൂ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ p മാത്രം പ്രിൻറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. ആൻഡ് ഇഫ് എലമെൻറ്റ് ഉണ്ടെങ്കിൽ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇഫ് കണ്ടീഷൻ്റെ പുറത്ത് വന്നിട്ട് ടെമ്പിൻ്റെ പൊസിഷൻ നമ്മൾ മാറ്റി കൊടുക്കണം. ടെമ്പ് ഈക്വൽ ടു ടെം നെക്സ്റ്റ് ആക്കി കൊടുക്കണം. എന്നിട്ട് ഞാൻ പിയുടെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ടൈം ഈ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ആകുമ്പോഴും എനിക്ക് ഈ പിയുടെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ആവും. സോ എനിക്ക് എലമെൻറ്റിൻ്റെ പൊസിഷൻ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇൻക്രിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ പൊസിഷൻ റോങ് ആയി പോവും. അപ്പോൾ നിങ്ങൾ പൊസിഷൻ വെച്ചിട്ടാണ് പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ p++ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇനി ഈ വൈൽ ലൂപ്പിൻ്റെ പുറത്ത് വന്നിട്ട് ഈ ഫ്ലാഗ് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്നൊരു മെസ്സേജും പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ സെർച്ച് ഫംഗ്ഷൻ. ഇനിയുള്ളത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എക്സ്ട്രാ ഒരു പോയിൻ്റർ വേണം. അതിൻ്റെ വാല്യൂ ഞാൻ ടെമ്പായിട്ടാണ് എടുത്തേക്കുന്നത്. സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ ടെമ്പ്, ഇതാണ് പോയിൻ്റർ ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു മെത്തേഡ്. പോയിൻ്റർ ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് ആ ടെമ്പിനെ ടോപ്പാക്കി. ദെൻ ടോപ്പ് ഈക്വൽ ടു നള്ളാണെങ്കിൽ സ്റ്റാക്ക് എം ടി, നമുക്കതിൽ ഡിസ്പ്ലേ ചെയ്യാൻ എലമെൻറ്റ്സ് ഒന്നുമില്ല, അപ്പോൾ സ്റ്റാക്ക് എം ടി എന്ന് കൊടുക്കാം. അല്ലാത്ത കേസിൽ വൈൽ ലൂപ്പ് വെച്ചിട്ടാണ് ട്രാവേഴ്സ് ചെയ്യുന്നത്. വൈൽ ടെം നോട്ട് ഈക്വൽ ടു നൾ, പ്രിൻറ്റ് ഓഫ് %d, ടെമ്പ് ഡേറ്റ. പിന്നെ ടെമ്പിൻ്റെ പൊസിഷൻ ഒന്ന് നമ്മൾ മാറ്റി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി മെയിൻ ഫംഗ്ഷനാണ്. മെയിൻ ഫംഗ്ഷനിലാണ് നമ്മൾ മെനൂസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്കിതിൽ യൂസേഴ്സിൻ്റെ ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സി വേണം. സി എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ വേണം. പിന്നെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐറ്റം വേണം. അപ്പോൾ വോയിഡ് മെയിൻ ഇൻറ്റു c, ഐറ്റം, അത് രണ്ടും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ വൈൽ ഓഫ് 1 കൊടുക്കുന്നത് ഈ വൈലിൻ്റെ അകത്തുള്ള ഈ ഒരു ബോഡി ഇൻഫിനിറ്റ് ടൈംസ് എക്സിക്യൂട്ട് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വൈൽ ഓഫ് 1 കൊടുത്തിട്ട് ആദ്യം സ്റ്റാക്ക് ഓപ്പറേഷൻസ് എന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രിൻറ്റ് ഓഫ് /n1.push /n2.pop /n3.peak /n4.display 5.search and 6.exit. ഇത് /n കൊടുത്തില്ലെങ്കിൽ എല്ലാം ഒറ്റ ലൈനിൽ വരും. /n കൊടുത്തതുകൊണ്ട് പുഷ് ഒരു ലൈനിലും പോപ്പ് വേറെ ലൈനിലും, അങ്ങനെ ഓരോ ലൈനായിട്ട് വരും. ദെൻ പ്രിൻറ്റ് ഓഫ് എൻ്റർ യുവർ ചോയ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂസർ ഒരു ചോയ്സ് എൻ്റർ ചെയ്ത് കൊടുക്കും. 1 2 3 4 5 6 എന്നൊരു ചോയ്സ് എൻ്റർ ചെയ്യും. അവർ എൻ്റർ ചെയ്യുന്ന ആ ഒരു ചോയ്സിനെ ഞാൻ സിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. സ്കാൻ ഓഫ് %d, %c. ഇനി ഈ സി വെച്ചിട്ടാണ് സ്വിച്ച് കേസ് വർക്ക് ആവുന്നത്. സ്വിച്ച് ഓഫ് സി, സ്വിച്ച് കേസ് ഓപ്പൺ ചെയ്തിട്ട് കേസ് 1ൽ നമ്മൾ മെനു ഡ്രിവണിൽ 1ന് നേരെ കൊടുത്തത് ഏതാണോ അതാണ് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ 1ന് നേരെ പുഷാണ് കൊടുത്തത്. അപ്പോൾ കേസ് 1ൽ പുഷിൻ്റെ ഫംഗ്ഷനാണ് എനിക്ക് വരേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഡേറ്റ ഇൻസേർട്ട് ചെയ്യുവാണ്. എൻ്റർ ദ ഡേറ്റ ടു ബി ഇൻസേർട്ടഡ്. അതിന് ഞാൻ സ്കാൻ ഓഫ് ഐറ്റമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സ്കാൻ ഓഫ് %d, ഐറ്റം. പിന്നെ പുഷ് ഓഫ് ഐറ്റം. ഇൻസേർഷൻ ഫംഗ്ഷൻ്റെ പേര് ഇതിൽ പുഷാണ്. സ്റ്റാക്കിൽ നമ്മൾ പുഷ് പോപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പുഷ് ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട്, വിത്ത് ഈ ഒരു ഐറ്റത്തിനെയും പാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്. ഇനി കേസ് 2 പോപ്പിൻ്റെയാണ്, പോപ്പ് ഡെലീഷനാണ്. അപ്പോൾ പോപ്പ് ഫംഗ്ഷനെ വിളിച്ചു, ബ്രേക്ക് കൊടുത്തു. കേസ് 3 പീക്കാണ്. അപ്പോൾ പീക്ക് ഫംഗ്ഷനെ വിളിച്ചിട്ട് ബ്രേക്ക് കൊടുത്തു. കേസ് 4 ഡിസ്പ്ലേ ഫംഗ്ഷനെ വിളിച്ചിട്ട് ബ്രേക്ക് കൊടുത്തു. ആൻഡ് കേസ് 5 സെർച്ച്
വിളിച്ചിട്ട് ബ്രേക്ക് കൊടുത്തു. ആൻഡ് കേസ് 6 എക്സിറ്റ് ആണ്. എക്സിറ്റ് ഓഫ് 1. യൂസർ എപ്പോഴാണോ 6 പ്രസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ പ്രോഗ്രാം ടെർമിനേറ്റ് ആയി പോകും. അതിനാണ് ഈ എക്സിറ്റ് ഓഫ് 1 നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സിറ്റ് ഓഫ് 1 കൊടുക്കുമ്പോൾ നോർമലായിട്ട് ടെർമിനേറ്റ് ആയി പോകും. എക്സിറ്റ് ഓഫ് 0 കൊടുക്കുമ്പോൾ അത് അബ്നോർമലായിട്ട് ടെർമിനേറ്റ് ആയി പോകും. ഇനി ബ്രേക്ക് കൊടുത്തു. ഇനി യൂസർ ഈ ഒരു 6 ചോയ്സ് അല്ല എൻ്റർ ചെയ്യുന്നതെങ്കിൽ അത് ഇൻവാലിഡ് ഓപ്ഷൻ എന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കണം. അതുകൊണ്ട് ഇൻവാലിഡ് ഓപ്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഡീഫോൾട്ടിൽ. പിന്നെ ബ്രേക്ക്. ഇത്രയേ ഉള്ളൂ സ്റ്റാക്കിൻ്റെ കോഡ്. ആൻഡ് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ആൻഡ് ഇതിൻ്റെ ഗിറ്റപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റെഫർ ചെയ്യാം. ഇത് റൺ ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് ആദ്യം ഈ ഒരു മെനു ഡിസ്പ്ലേ ആയി വരും. ഇപ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ 4 ആണ് കൊടുക്കുന്നത്. 4 ഡിസ്പ്ലേ ആണ്. 4 കൊടുക്കുമ്പോൾ സ്റ്റാക്ക് ഇസ് എംപ്റ്റി എന്ന് വന്നു. അപ്പോൾ ഇപ്പോൾ പുഷ് ചെയ്ത് നോക്കാം. 1 എൻ്റർ ദ ഡീറ്റെയിൽ ടു ബി ഇൻസേർട്ടഡ് 8. പിന്നെയും പുഷ് കൊടുക്കാം. എൻ്റർ ദ ഡീറ്റെയിൽ ടു ബി ഇൻസേർട്ടഡ് 9 കൊടുത്തു. ഇനി ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. 4 കൊടുക്കുമ്പോൾ 9 ആൻഡ് 8 വന്നു. 9 ആണ് ഫ്രണ്ടിലുള്ള എലമെൻറ്റ്. ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ് ഇതിൽ 9 ആണ്. അപ്പോൾ പീക്ക് കൊടുത്ത് ചെക്ക് ചെയ്യാം ഏതാണ് ടോപ്പിലുള്ളതെന്ന്. അപ്പോൾ ദ ടോപ്പ് എലമെൻറ്റ് ഇസ് 9 എന്ന് പ്രിൻ്റായി വന്നു. ഇനി ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഡിലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 9 ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് 8 മാത്രമാണ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുമ്പോൾ വരേണ്ടത്. ഇപ്പോൾ 2 കൊടുക്കുമ്പോൾ ദ ഡിലീറ്റഡ് എലമെൻറ്റ് ഇസ് 9 എന്ന് വന്നു. വീണ്ടും ഡിസ്പ്ലേ കൊടുക്കുമ്പോൾ 8 മാത്രം വന്നു. ഇനി സെർച്ച് ചെയ്ത് നോക്കാം. 5 ആണ് സെർച്ച് കൊടുത്തിട്ടുള്ളത്. എൻ്റർ ദ എലമെൻറ്റ് യു ആർ സെർച്ചിങ് ഫോർ. ഞാൻ ഇപ്പോൾ ഇവിടെ 8 കൊടുത്തു. 8 കൊടുക്കുമ്പോൾ എലമെൻറ്റ് ഫൗണ്ട് അറ്റ് പൊസിഷൻ 1 എന്ന് വന്നു. ഇനി പിന്നെ സെർച്ച് ചെയ്ത് നോക്കാം. 9 കൊടുത്ത് നോക്കാം. 9 കൊടുക്കുമ്പോൾ എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് വന്നു. ഇനി 1 ഡോട്ട് ഞാൻ പിന്നെ 8 തന്നെ ഇൻസേർട്ട് ചെയ്യുവാണ്. 8 ഇൻസേർട്ട് ആയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ കൊടുക്കുന്നു. 8 ഇൻസേർട്ടായി. 2 8 ഉണ്ട്. ഇനി സെർച്ച് ചെയ്ത് നോക്കാം. എൻ്റർ ദ എലമെൻറ്റ് യു ആർ സെർച്ചിങ് ഫോർ 8. സെർച്ച് ചെയ്യുമ്പോൾ എലമെൻറ്റ് ഫൗണ്ട് അറ്റ് പൊസിഷൻ 1 ആൻഡ് എലമെൻറ്റ് ഫൗണ്ട് അറ്റ് പൊസിഷൻ 2 ഇങ്ങനെ മെസ്സേജ് വന്നു. ആൻഡ് ഇത് ഞാൻ അലൈൻ ചെയ്തിട്ടില്ല. അത് നെക്സ്റ്റ് ലൈനിൽ വരുന്ന പോലെ അലൈൻ ചെയ്യണം. ഞാൻ ചെയ്തിട്ടില്ല. അത് ചെയ്താൽ ഓക്കെ ആവും. ഇനി അത്രയേ ഉള്ളൂ. എല്ലാ ഓപ്പറേഷൻസും നമ്മൾ പെർഫോം ചെയ്ത് എക്സിറ്റ് ആയി വരാം. 6 ഡോട്ട് എക്സിറ്റ്. എക്സിറ്റ് കൊടുക്കുമ്പോൾ പ്രോസസ് ഫിനിഷ്ഡ് വിത്ത് എക്സിറ്റ് കോഡ് 1 എന്ന് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോഗ്രാം. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്